അങ്ങനെ കുറച്ച് നാളുകൾക്ക് ശേഷം മറ്റൊരു വീഡിയോയുമായിട്ട് നമ്മൾ വീണ്ടും വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് രേണു സുധിയാണ്. രേണു സുധി തൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലൂടെ ഇന്നലെ ഒരു വീഡിയോ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് കരഞ്ഞ് കുറച്ച് സങ്കടപ്പെട്ട് കണ്ണിൽ നിന്നൊക്കെ വെള്ളം വന്നാണ് ആ ഒരു വീഡിയോ രേണു സുധി പങ്കുവച്ചത്. എന്തൊക്കെയാണെങ്കിലും ഫസ്റ്റ് ഓഫ് ഓൾ ആ ഒരു വീഡിയോ ഞാനിവിടെ സൈഡിലൊന്ന് പ്ലേ ചെയ്യാം. അതിനുശേഷം നമുക്കതിനെ ബന്ധപ്പെട്ട് സംസാരിക്കാം. ഫേസ്ബുക്കും ഇൻസ്റ്റയും, ഫേസ്ബുക്കാണ് ഏറ്റവും കൂടുതൽ. ഒന്നും തുറക്കാൻ പറ്റുന്നില്ല. ഇവർക്ക് ഈ കണ്ടന്റോളികൾക്ക് രേണുസുതി വിത്ത് അല്ലെങ്കിൽ എബോവ് രേണുസുതി, ഈ രേണുസുതി എന്നുള്ള കണ്ടന്റ് മാത്രമേ ഉള്ളൂ അവർക്ക്. വേറെ ഒരു കണ്ടന്റും ഇല്ല, തുറക്കാൻ പറ്റണില്ല. എന്നെ ബാധിക്കുന്ന കാര്യം അല്ലെങ്കിൽ പോലും ചിലതൊക്കെ എന്നെ ബാധിക്കും. കാരണം ഞാൻ ജസ്റ്റ് എനിക്ക് ഫേസ്ബുക്കിൽ എന്തെങ്കിലുമൊക്കെ വീഡിയോ കാണാൻ ഞാൻ നോക്കുമ്പോഴത്തേന് ഇങ്ങനെ വന്നിട്ട് ഞാൻ കമൻറ്റ് ബോക്സ് തുറന്നു കഴിഞ്ഞാൽ ഫുള്ളും ഞാൻ എന്തൊക്കെയോ അപരാധം ചെയ്തെന്നുള്ള മട്ടിലാണ് ഇത് മുഴുവനും. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഒരു കണ്ടന്റാണ് രേണുസുധി. ഇവരൊക്കെ എന്തിന് കാശ് കിട്ടുന്നുണ്ടായിരിക്കും അവർക്ക് മാസം. പക്ഷെ ഇതിപ്പോൾ ആഘോഷിക്കാൻ ഈ ഒരു വീഡിയോ ഞാൻ ഇട്ട് കഴിഞ്ഞ് ഇത് ആഘോഷിക്കാൻ ആൾക്കാർ കാണും ഇഷ്ടം പോലെ. അവള് കള്ളക്കരച്ചിലുമായിട്ട് ഇറങ്ങി, അവൾ മുതലക്കരച്ചിലുമായിട്ട് ഇറങ്ങി. ഞാനും ഒരു മനുഷ്യനാണ്, മനസ്സിലായോ? എനിക്ക് വേണമെങ്കിൽ ഇപ്പോൾ സൂയിസൈഡ് ചെയ്യാം. കാരണം ഇത് കേൾക്കാതിൻ്റെ അപ്പുറം ഞാൻ കേട്ട്. പക്ഷെ ചില കാര്യങ്ങൾ എന്നെ ബാക്കിലോട്ട് നിർത്തുവാണ്, ചില കാര്യങ്ങൾ എന്നെ പിടിച്ചു വെക്കുവാണ് സൂയിസൈഡ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്, മനസ്സിലായോ? പക്ഷെ എനിക്കറിയില്ല, ഇത് ഈ നിരന്തരം ഈ നെഗറ്റീവ് ഓളുകളുടെ ഈ ഒരു ഇതെനിക്ക് സ്ട്രെസ് താങ്ങാനാവാതെ ചിലപ്പോൾ ഞാൻ അങ്ങനെ തന്നെ ചെയ്യുമായിരിക്കും. നിങ്ങൾ എന്തറിഞ്ഞിട്ടാണ് ഈ പരത്തെറി വിളിക്കുന്നത് എനിക്കറിയത്തില്ല. ഓക്കെ, നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടു കാണും. രേണുസുധി അതിൽ ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ട് കരഞ്ഞ് കണ്ണിൽ നിന്നൊക്കെ വെള്ളം വന്ന് പറയുന്ന ഒരേ ഒരു കാര്യം, സോഷ്യൽ മീഡിയ തുറന്ന് എനിക്ക് നോക്കാൻ പറ്റുന്നില്ല. ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ, അതായത് ഫേസ്ബുക്കോ ഇൻസ്റ്റഗ്രാമോ യൂട്യൂബോ ഒക്കെ എടുത്തിട്ട് അതിൽ നിന്ന് എന്തെങ്കിലും ഒരു വീഡിയോ കാണാൻ വേണ്ടി എടുക്കുമ്പോൾ തന്നെ മുഴുവൻ വരുന്നത് എൻ്റെ വീഡിയോ ആണ്, എന്നെ ബന്ധപ്പെട്ട് വരുന്ന കോണ്ടന്റുകളാണ്, എന്നെ ആൾക്കാർ ചീത്ത വിളിക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് രേണുസുധി ഈ ഒരു വീഡിയോ പങ്കുവച്ചിരിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു കാര്യത്തിൽ പറയാനുള്ള ഒരേ ഒരു കാര്യം, ഓരോരോ വീഡിയോസ് അല്ലെങ്കിൽ ഓരോരോ ഷോർട്ട് ഫിലിമുകളിലും അല്ലെങ്കിൽ ഓരോരോ വീഡിയോസിൻ്റെ ഭാഗമായിട്ട് രേണുസുധി പ്രത്യക്ഷപ്പെടുന്ന സമയത്ത് ഇതിനകത്ത് പല സമയങ്ങളിലും സുധിച്ചേട്ടൻ്റെ പേരെടുത്ത് ഉപയോഗിക്കുകയും അത് മിസ്യൂസ് ചെയ്യുന്നതുമായിട്ടുള്ള ഒരു കാര്യം നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വീഡിയോൻ്റെ ഭാഗമായിട്ട് ഒത്തിരി മോശം കമൻറ്റുകൾ രേണുസുധിക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ ഇടയ്ക്ക് ഇപ്പോൾ രേണുസുധി ഒരുപാട് ഷോർട്ട് ഫിലിമുകളിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. ഒത്തിരി നമ്മളെ കുറച്ചുകൂടി രസിപ്പിക്കുന്ന രീതിയിലുള്ള ഷോർട്ട് ഫിലിമൊക്കെ നമ്മുടെ ദാസേട്ടൻ കോഴിക്കോടായിട്ട് നമ്മുടെ രേണുസുധി കുറച്ച് നാളുകൾക്ക് മുമ്പൊക്കെ ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ തീർച്ചയായിട്ടും സുധിച്ചേട്ടൻ ഒരു പേര് ഉപയോഗിക്കുന്ന സമയത്ത് എല്ലാവിധ സുധിച്ചേട്ടൻ ഇഷ്ടപ്പെടുന്നവർക്കും അല്ലെങ്കിൽ രേണുസുധിയെ ഫോളോ ചെയ്യുന്നവർക്കും വ്യക്തമായിട്ട് ഈ പറയുന്ന കാര്യത്തെ ബന്ധപ്പെട്ടുകൊണ്ട് അത്ര അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ മോശം കമൻറ്റുകൾ വരുന്നത് സ്വാഭാവികമാണ്. പിന്നീട് അതുപോലെ തന്നെ നമ്മൾ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും സോഷ്യൽ മീഡിയ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, സോഷ്യൽ മീഡിയയിൽ എത്തരത്തിലുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യണം എന്നൊക്കെ ഉള്ളത് രേണുസുധിയുടെ മാത്രം ഇഷ്ടമാണ്. ഒരു പരിധി വിട്ട് ഒരിക്കലും രേണുസുധിയെ മോശപ്പെടുത്തി സംസാരിക്കാനായിട്ട് ഒരിക്കലും പാടില്ല. കാരണം പുള്ളിക്കാരത്തിയുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അത് ഏത് രീതിയിലുള്ള വീഡിയോസാണ് അപ്ലോഡ് ചെയ്യേണ്ടത് എന്നൊക്കെ തീരുമാനിക്കേണ്ടത് രേണുസുധിയുടെ മാത്രം ഇഷ്ടമാണ്. അപ്പോൾ അതിനെ ബന്ധപ്പെട്ടുകൊണ്ട് ജനങ്ങൾ അത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല, രേണുസുധി ഇങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ അവരുടെ ജീവിതത്തിൽ കയറി ഇടപെടുന്നത് അത്ര ശരിയായിട്ടുള്ള കാര്യമൊന്നുമല്ല. ഇത് ഞാൻ മുമ്പും ഒത്തിരി വീഡിയോസിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്ന ഒരു പുതിയ സംഭവം വന്നിട്ടുണ്ട്. നമ്മുടെ യൂട്യൂബിലൊക്കെ ചാനൽ സബ് ചെയ്യുന്നത് പോലെ ഇൻസ്റ്റഗ്രാമിൽ സബ് ചെയ്യാൻ പറ്റും. അത് നോർമലായിട്ടുള്ളതല്ല, ഈ പറയുന്ന കുറച്ച് പൈസ ചിലവുള്ള കാര്യമാണ്. ഏകദേശം ഒരു 190 മുതൽ ഒരു 500 രൂപ വരെയൊക്കെയുള്ള സബ്സ്ക്രിപ്ഷനൊക്കെ ഉണ്ട്. അതായത് ഇപ്പോൾ നമ്മളൊരു ട്യൂഷൻ ക്ലാസ്സിൽ പഠിക്കാൻ പോകുമ്പോൾ ആ ഒരു ട്യൂഷൻ ക്ലാസ്സിൽ മാസം ഫീസ് കൊടുത്തല്ലേ പഠിക്കുന്നത്. അപ്പോൾ ആ ഒരു ടീച്ചർ നമുക്ക് ആ ഒരു ഫീസ് കൊടുക്കുന്നവർക്ക് വേണ്ടി മാത്രമായിട്ട് ചില ക്ലാസ്സുകൾ എടുത്തു തരും. അപ്പോൾ അത്തരത്തിൽ സബ്സ്ക്രിപ്ഷനൊക്കെ ഇപ്പോൾ രേണുസുധി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആ വഴിയൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത എമൗണ്ട്സ്, ഏകദേശം 1.5 ലക്ഷം രൂപയോളം ഒരു മാസം രേണുസുധി സമ്പാദിക്കുന്നതായിട്ടും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. റിപ്പോർട്ട് എന്നല്ല, സത്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ അത്തരത്തിലൊക്കെ
ചില സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി മാത്രം വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ആ ഒരു സബ്സ്ക്രൈബേഴ്സ് അൺസബ് ചെയ്ത് പോവാതിരിക്കാനായിട്ട് നമ്മൾ തീർച്ചയായിട്ടും ശ്രമിക്കും. അപ്പോൾ ആ ഒരു വീഡിയോസിൻ്റെ രീതിയും ശൈലിയൊക്കെ കുറച്ച് മാറും. അപ്പോൾ രേണു സുധി എന്ന് പറയുന്ന ആ ഒരു ടാഗ് ലൈൻ വെച്ച് രേണു സുധി ഇത്തരത്തിലുള്ള വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ ആ ഒരു അത്തരത്തിൽ വരുന്ന വീഡിയോസിനെയാണ് ജനങ്ങൾ എതിർക്കുന്നതും ഈ പറയുന്ന മോശം കമൻസൊക്കെ വരുന്നത്. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഈ പറയുന്ന സബ് ചെയ്യുന്നതും ജനങ്ങൾ തന്നെയാണ്. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ അത് ചെയ്യാതിരിക്കുക, അത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ ചെയ്തതിന് ശേഷം ആ ഒരു വീഡിയോ ഒക്കെ കണ്ട് ഉല്ലസിച്ചതിന് ശേഷം ആ ഒരു പെൺകുട്ടിയെ അത്തരത്തിൽ മോശമായിട്ട് ചിത്രീകരിക്കുന്നത് അത്ര ശരിയായിട്ടുള്ള കാര്യമൊന്നുമല്ല. പിന്നീട് രേണു സുധിക്ക് ഇത്രയും ഹെയ്റ്റേഴ്സ് ഈ ഒരു കുറച്ച് നാളുകൾക്കുള്ളിൽ വന്ന ഒരു കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കിച്ചു, നമ്മുടെ സുധിച്ചേട്ടൻ്റെ ആദ്യ ഭാര്യയിലെ മകനായിട്ടുണ്ടായിരുന്ന കിച്ചു സുധി ഒരു വീഡിയോ തൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലൂടെ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. മറ്റൊന്നുമല്ല, ഈ പറയുന്ന സുധിച്ചേട്ടൻ്റെ അന്ത്യോപചാര ചടങ്ങുകൾ ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ മുഴുവൻ ചെലവുകളും ഫ്ലവേഴ്സ് TV ഏറ്റെടുക്കാം എന്നുള്ള രീതിയിൽ ഇവരുടെ ഫാമിലിയെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പറയുന്ന രേണു സുധിയുടെ ഫാദർ പുള്ളിക്കാരൻ ഈ പറയുന്ന കിച്ചുവിനെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ 1,80,000 രൂപയുടെ ഒരു ബില്ല് ഞാൻ അയച്ചിട്ടുണ്ട്, ആ ഒരു ബില്ല് നമ്മുടെ ഫ്ലവേഴ്സ് TVയിൽ കൊടുത്തിട്ട് അത് ക്യാഷ് ആക്കി എടുക്ക് എന്ന് പറഞ്ഞുകൊണ്ട് കിച്ചുവിനെ ഏൽപ്പിച്ചു. അപ്പോൾ കിച്ചു ഈ ഒരു ഫ്ലവേഴ്സ് TVയുടെ അധികൃതരെ ഇതിനോടനുബന്ധിച്ചുകൊണ്ട് ബന്ധപ്പെടുകയും അപ്പോൾ ഫ്ലവേഴ്സ് TV എന്ന് പറഞ്ഞത്, കിച്ചു നീ നേരിട്ട് പോയിട്ട് ഈ ഒരു ബില്ലും കാര്യങ്ങളൊക്കെ സത്യമാണോ എന്ന് നോക്കിയിട്ട് ആ ഒരു സത്യമായിട്ടുള്ള ബില്ല് അയച്ചതാ എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പോൾ ഈ പറയുന്ന കിച്ചു നേരിട്ട് പോയി അന്വേഷിച്ചപ്പോൾ ഏകദേശം 80,000 രൂപയാണ് ഈ പറയുന്ന അന്ത്യോപചാര ചടങ്ങുകളുടെ ഭാഗമായിട്ട് മുഴുവനായിട്ട് വന്ന ചെലവ്. അപ്പോൾ 1,80,000 രൂപയാണ് രേണു സുധിയുടെ ഫാദർ എഴുതി കൊടുത്തത്. അപ്പോൾ ഇത് രേണു സുധി അറിയാതെ ആയിരിക്കില്ല എഴുതി കൊടുത്തത്, രേണുവും കൂടി അറിഞ്ഞിട്ടായിരിക്കും 1,80,000 രൂപയുടെ ബില്ല് കിച്ചുവിന് അയച്ചു കൊടുത്തത്. അപ്പോൾ ആ ഒരു സുധിച്ചേട്ടൻ്റെ പേര് വെച്ച് അദ്ദേഹത്തിൻ്റെ അന്ത്യോപചാര ചടങ്ങുകൾക്ക് കിട്ടേണ്ട പൈസ വരെയും അവിടെ വരെയും തട്ടിപ്പ് കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് അത്ര ശരിയായിട്ടുള്ള കാര്യമല്ല. അപ്പോൾ ഈ ഒരു കാര്യം സോഷ്യൽ മീഡിയയിൽ ചർച്ചയാക്കപ്പെടുന്നതിനോടനുബന്ധിച്ചാണ് ഇപ്പോൾ ഇത്രയും ഹെയ്റ്റേഴ്സ് ഈ പറയുന്ന രേണു സുധിക്ക് ഉണ്ടായി വന്നിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ഭയങ്കര മോശമായിട്ടുള്ള കാര്യം തന്നെയാണ്. ഇത് നമുക്ക് ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല. അവരവരുടെ ഇഷ്ടത്തിന് ജീവിച്ചോട്ടെ, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഇഷ്ടപ്പെട്ട വീഡിയോസ് അപ്ലോഡ് ചെയ്തോട്ടെ, അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ഷോർട്ട് ഫിലിമുകളിൽ അഭിനയിച്ചോട്ടെ, അതിനകത്തൊന്നും യാതൊരു പ്രശ്നവുമില്ല. ആരും അതിനോട് എതിർക്കുന്നൊരു കാര്യമൊന്നുമല്ല. പക്ഷേ ഇത്തരത്തിൽ ചില സൊസൈറ്റിയോട് പുലർത്തേണ്ട ഒരു മാന്യതയുണ്ട്. അപ്പോൾ അത് വിട്ട് ചില കാര്യങ്ങളിലേക്ക് രേണു സുധി പോകുമ്പോഴാണ് ഇതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ബന്ധപ്പെട്ടുകൊണ്ട് വരുന്നത്. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ആ കാര്യത്തിലൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് മര്യാദക്ക് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു നെഗറ്റീവ് കമൻസ് ഒക്കെ പയ്യെ ഒഴിഞ്ഞു പൊക്കോളും. പിന്നെ രേണു സുധിയുടെ കാര്യത്തിൽ ആൾക്ക് ഭയങ്കര ഭാഗ്യമാണ്. ഇപ്പോൾ ബിഗ് ബോസ് മലയാളം സീസൺ 7 പോലൊരു റിയാലിറ്റി ഷോ കിട്ടി. ആ ഒരു റിയാലിറ്റി ഷോയിൽ പങ്കെടുത്തതിന് ശേഷം ഇപ്പോഴും നാട്ടുകാരറിയുന്ന ഒരു വ്യക്തി രേണു സുധിയാണ്. ആ ഒരു റിയാലിറ്റി ഷോയുടെ വിന്നർ ആയിട്ടുള്ള അനുമോൾക്കോ അല്ലെങ്കിൽ ആ ഒരു റിയാലിറ്റി ഷോയിൽ പങ്കെടുത്ത ആരാണെന്ന് പറയാൻ മറന്നുപോയി, അനീഷ്, അത്തരത്തിലുള്ള വ്യക്തികൾക്ക് പോലും കിട്ടാത്ത ആ ഒരു ഫെയിമൊക്കെ ഇപ്പോൾ രേണു സുധിക്കുണ്ട്. രേണു സുധിക്ക് ഒരുപാട് പ്രൊജക്റ്റ് വരുന്നുണ്ട്, ഒത്തിരി ഉദ്ഘാടന ചടങ്ങുകൾ വരുന്നുണ്ട്, ഒത്തിരി പ്രൊമോഷൻസ് വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കിട്ടുമ്പോഴും പിന്നെയും എന്തിനാണ് ആവശ്യമില്ലാത്ത രീതിയിലുള്ള ഓരോരോ കോൺട്രവേഴ്സികൾ ഉണ്ടാക്കുന്നത്? അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ബന്ധപ്പെട്ട് വരുന്ന ചെറിയ ഹേറ്റേഴ്സാണ്. അപ്പോൾ അതൊക്കെ പയ്യെ മാറിക്കോളും. ഇത്തരത്തിൽ കരഞ്ഞ് ഇതാവേണ്ട കാര്യമൊന്നുമില്ല. ഇനിയിപ്പോൾ അത് അഭിനയമാണോ അല്ലെങ്കിൽ സത്യമാണോ കള്ളമാണോ എന്നൊന്നും അറിയാൻ പാടില്ല. എന്തൊക്കെയാണെങ്കിലും ഫോണിലെ ക്യാമറ ഓണാക്കി വെച്ച് നല്ല രീതിയിൽ കരഞ്ഞ് സങ്കടപ്പെട്ട് ആകെ മൊത്തം മെഴുകിയിരിപ്പുണ്ട്. എന്തൊക്കെയാണെങ്കിലും അത് ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ആലോചിക്കേണ്ട. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ കാണുമ്പോൾ നമുക്ക് ഈ പറയുന്ന രേണു സുധി ഇപ്പം കയറി തൂങ്ങും എന്നുള്ള രീതിയിലേക്കാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതിൻ്റെ ഒന്നും യാതൊരു ആവശ്യവുമില്ല. ഇതുപോലെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഒത്തിരി സമയത്ത് രേണു സുധി സ്ട്രോങ് ആയിട്ട് നിന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴും സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കുക. ഇതുപോലുള്ള കാര്യങ്ങൾ, ഇത്തരത്തിൽ മോശമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. അപ്പോൾ പയ്യെ ജനങ്ങളുടെ ഈ പറയുന്ന നെഗറ്റീവ് കമൻസ്, മോശം പറച്ചിലും ഒക്കെ മാറിക്കോളും. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഈ ഒരു വീഡിയോയെ ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്താണെന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കുക. താങ്ക്